ഇറ്റ്സ് മീ മനീഷ ഹരിലാൽ. ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മോര് കാച്ചുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഹരിയേട്ടൻ്റെ വീട്ടിലൊക്കെ എങ്ങനെയാണ് മോര് കാച്ചുക എന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത്, ഓഫ് കോഴ്സ് നമുക്ക് ആദ്യം വേണ്ടത് എന്താ, തൈര്. അപ്പോൾ തൈര് നമ്മൾ മോരാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തൈരിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സിയിലൊന്ന് 2 തവണ കൃ അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോരായി. അപ്പോൾ നമുക്കത് ചെയ്യാം ആദ്യം. അപ്പോൾ അതിന് വേണ്ടി മിക്സിൻ്റെ ജാറെടുത്ത് നമുക്കിതാ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല കട്ട തൈരാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ തൈര് ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല കട്ടിയുള്ള കാച്ചിയതാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ഇത്ര വെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇത് നല്ലൊന്ന് മിക്സിയിൽ അടിച്ച് വരാം കേട്ടോ. ജസ്റ്റ് ഒന്ന് 2 ട്രിം മാത്രം അടിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ അടിക്കണ്ട. അപ്പോൾ അത് മോര് അടിച്ചെടുത്തു. ഇനി അതവിടെ മാറ്റിയേക്കാം. അപ്പം നമുക്ക് ഇനി മോര് കാച്ചാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു തരട്ടെ. ഇത്ര സാധനമാണ് ആവശ്യം: കരിവേപ്പില, പച്ചമുളക്, ചെറിയുള്ളി, ഇതെന്തേലും പറയാ, ഗാർലിക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. അപ്പം ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇനി നമുക്ക് മോര് കാച്ചുക എങ്ങനെയാണ് കാണിച്ചു തരാം. കമോൺ. അപ്പോൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഗ്യാസ് കത്തിക്കാം. ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് നമുക്ക് വറ്റൽ മുളകും കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് ഈ 4 ഐറ്റംസും ഇട്ട് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് വാടട്ടെ. ഇതിലേക്ക് ചിലവർ ഉപ്പിടൂല, ലാസ്റ്റ് തൈരൊക്കെ ചേർത്ത ശേഷമേ ഉപ്പിടുള്ളൂ. പക്ഷെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിടാറുണ്ട്. കാരണം ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളിയിലേക്കൊക്കെ കുറച്ച് ഉപ്പ് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അത് നല്ലൊന്ന് ഇളക്കുക. നമ്മൾ ഇളം ബ്രൗൺ ആവുന്ന വരെ ഒന്ന് ഇളക്കുക. ഈ സമയത്ത് നമുക്ക് 2 നുള്ള് ജീരകം ഇതിലിട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, കാരണം ചിലവർക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതും ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇടണ്ട, അതിൻ്റെ ടേസ്റ്റ് രസം ഉണ്ടാവില്ല. അപ്പം അതും കൂടി ചേർത്ത ശേഷം ഒന്നുകൂടെ വഴറ്റിയിട്ട് നമുക്കിതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരിവായി കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് ഒന്ന് സിം ചെയ്യുക. നമ്മൾ അടിച്ച് വെച്ച മോര് ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് അത്യാവശ്യം പുളിയുള്ള മോരായതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ ഉപ്പിട്ട ശേഷം നല്ലൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മളെ സ്വാദിഷ്ടമായ കാച്ചിയ മോര് റെഡി. ഇത്ര എളുപ്പത്തിൽ നമുക്ക് കാച്ചിയ മോര് ഉണ്ടാക്കാം. നമുക്ക് ഫുഡിൻ്റെ കൂടെ ഒരു കറികളും ഇല്ല എന്നുണ്ടെങ്കിലും പേടിക്കേണ്ട. നമുക്ക് ഈ കാച്ചിയ മോര് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പറ ചോറുന്നാന്നൊക്കെ പറയാം. ഒരു പറ അതൊക്കെ കുറച്ച് കൂട്ടി പറയാം കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ഭക്ഷണം കഴിക്കാം, നല്ല രസമാണ്. അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ആ ടേസ്റ്റ് വരുമ്പോഴാണ് ഈ കാച്ചിയ മോരിനൊന്ന് ഒരു ഇടിപ്പ്. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത് വേറെ ടേസ്റ്റ് ആയിരിക്കും, ഇത് വേറൊരു ടേസ്റ്റ്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇനി ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് വരുന്നവരെ ഓക്കെ, ബൈ.